ഇപ്പോൾ മോഹൻലാലിനെ തെറി പറയുകയാണ് ഉടനെ സ്വാഭാവികമായിട്ട് നമ്മൾ ആ വാർത്ത ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മമ്മൂട്ടിയെക്കുറിച്ച് തെറി പറയുകയാണ് ഇടയ്ക്കൊന്നാണ്. അതുപോലെ തന്നെ മാധ്യമ മാമകളുണ്ട്, മാധ്യമത്തിലെ പിമ്പിങ് നടത്തുന്ന മാമകൾ. ഇവന്മാർക്ക് ചാനലിൻ്റെ റേറ്റ് കൂട്ടാൻ ഇതുപോലുള്ള വീഡിയോകളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എന്തായിരിക്കും ഇവരുടെ ഒരു പ്രത്യേകത? വളരെ സിമ്പിളാണ്. ഇവരാരും സുന്ദരികളല്ല എന്നുള്ളതാണ്. ഈ 4 സ്ത്രീകളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് ചെന്ന് നോക്കിയാൽ ഇത് രണ്ടും ഒരുപോലെ ഇരിക്കും. ഞാൻ 2 സ്ത്രീകൾ, ഈ 2 സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് KSRTC ബസ് സ്റ്റാൻഡിലെ കക്കൂസാണ് ഓർമ്മ വരുന്നത്. അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ, സാധാരണ പുരുഷന്മാർ സ്ത്രീകളെ നോക്കുന്നത് എപ്പോഴായിരിക്കും? അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു നല്ലൊരു റോസ ചെടി നിൽക്കുന്ന, അതിൽ 3-4 റോസയുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചൊറിയണം നിൽപ്പുണ്ട്. നമ്മൾ ചൊറിയണം നോക്കുമോ റോസാപ്പൂ നോക്കുമോ? മനുഷ്യരായിട്ടുണ്ടെങ്കിൽ നമ്മൾ റോസാപ്പൂവെ നോക്കുള്ളൂ. ഇനി ഒരു പശുവിനെ അവിടെ കൊണ്ടുവന്ന് പുല്ലിനകത്ത് കെട്ടിയിരുന്നാലും പശു ആദ്യം തിന്നുന്നത് റോസാപ്പൂവായിരിക്കും. കാരണം ഒരു മനുഷ്യ സഹജമായ ഒരു പ്രകൃതി, അല്ലെങ്കിൽ ജീവികൾക്കുള്ള ഒരു പ്രകൃതി അതാണ്. അവരുടെ കണ്ണിന് ആകർഷകമായ ഒന്നിലേ അവർ ശ്രദ്ധ കൊടുക്കുകയുള്ളൂ. അതേസമയം മനുഷ്യ സഹജമായ ചോദനയാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്ക് ആകർഷിക്കുക എന്നുള്ളത്. അതിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഒരുപോലെ തന്നെ മറ്റുള്ളവരുടെ അഥവാ എതിർലിംഗത്തിലുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഇക്കൂട്ടർ ഏതറ്റം വരെയും പോകും. അതുതന്നെയാണ് ഇവിടെ ഈ ഫെമിനിസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഉള്ള ഫെമിനിസ്റ്റുകളെന്ന് അവകാശപ്പെടുന്ന വീഡിയോകൾക്ക് വാസ്തവത്തിൽ ഫെമിനിസം ചുക്കാണോ ചുണ്ണാമ്പാണോ എന്നുപോലും അറിയത്തില്ല. പക്ഷേ ഇവരെല്ലാം അവഗണിക്കപ്പെട്ട ഒരു സമൂഹം ആണ്. അപ്പോൾ ഇങ്ങനെ അവഗണിക്കപ്പെട്ട, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KSRTC കക്കൂസ് പോലുള്ള മുഖവും കൊണ്ട് നടക്കുന്ന ഇവർക്ക് മറ്റുള്ളവരെ ആകർഷിക്കണമെങ്കിൽ എന്തെങ്കിലും വൈകൃതങ്ങൾ കാണിച്ചേ പറ്റുള്ളൂ. അത്തരത്തിലുള്ള വൈകൃതങ്ങളാണ് നമ്മൾ ഈ ഫെമിനിസ്റ്റുകളിലൂടെ നിത്യവും ചാനലിലൂടെയും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്, അഥവാ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് അത്തരത്തിലുള്ള ശ്രദ്ധ കിട്ടുന്നുണ്ട്, ഈ വൈകൃതങ്ങളിലൂടെ സമൂഹത്തിൻ്റെ ശ്രദ്ധ കിട്ടുന്നുണ്ട്, അവർ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് വാസ്തവത്തിൽ സമൂഹം ചെയ്യുന്ന ഏറ്റവും വലിയ വിദ്യയാണ്. അതുപോലെ തന്നെ മാധ്യമ മാമകളുണ്ട്, മാധ്യമത്തിലെ പിമ്പിങ് നടത്തുന്ന മാമകൾ. ഇവന്മാർക്ക് ചാനലിൻ്റെ റേറ്റ് കൂട്ടാൻ ഇതുപോലുള്ള വീഡിയോകളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അവന്മാരാണ് ഇവർക്ക് കൂടുതൽ പ്രാധാന്യം സമൂഹത്തിൽ കൊടുക്കുന്നത്. ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ കക്കൂസിനെ ഓർമ്മപ്പെടുത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ ആരും അങ്ങനെ ആരാധിക്കാനൊന്നും പോകുന്നില്ല. ഇത് അവർക്കും അറിയാം. അതുകൊണ്ടാണ് വൈകൃതങ്ങളിലൂടെ, ഇപ്പോൾ കക്കൂസ് വൃത്തിയായി കിടന്നാൽ നമുക്ക് തോന്നുന്ന വൃത്തിയുള്ള കക്കൂസ് എന്ന് പറയും. മറിച്ച് വൃത്തിയില്ലാത്തൊരു കക്കൂസ് കാണുമ്പോൾ എന്തായിരിക്കും നമുക്ക് തോന്നുന്ന ഒരു അവജ്ഞ തോന്നും. അങ്ങനെയുള്ള അവജ്ഞ കൊണ്ട് മാത്രം കക്കൂസുകൾ നമ്മൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ KSRTC കക്കൂസ് എന്ന് പറയുന്നതിന് ഒരു പ്രശസ്തിയാണ്. കാരണം KSRTC കക്കൂസിൻ്റെ വൃത്തിയില്ലായ്മയെക്കുറിച്ച് നമ്മളിനി ആരോട് പറയേണ്ട, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരെല്ലാം തന്നെ KSRTC കക്കൂസിനെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഫെമിനിസ്റ്റുകളുടെ പ്രത്യേകത. അവരുടെ അവസ്ഥ ഇവരെ കാണാൻ ഒരു കാശിനും കൊള്ളത്തില്ല. പുരുഷന്മാർ അവരെ മൈൻഡ് പോലും ചെയ്യില്ല. അപ്പോൾ ഈ അക്കമാർക്കെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഈ കാണാൻ ഒരു കാശിനും കൊള്ളാത്തവന്മാർക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചെടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരികിട പരിപാടികൾ കാണിച്ചേ പറ്റുള്ളൂ. ഒന്നുകിൽ ആരെങ്കിലും തെറി പറയുക. അത് തെറി പറയുമ്പം സാധാരണ ആരെയും തെറി പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ മോഹൻലാലിനെ തെറി പറയുകയാണ് ഉടനെ സ്വാഭാവികമായിട്ട് നമ്മൾ ആ വാർത്ത ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മമ്മൂട്ടിയെക്കുറിച്ച് തെറി പറയുകയാണ്. ഒരു വെടി ഇതുപോലെ പറഞ്ഞു മമ്മൂട്ടിക്ക് പെൺകുട്ടി കൊടുക്കാറുണ്ടെന്ന്, എന്നിട്ട് അവൾ പിറ്റേ ദിവസം അത് മാറ്റി പറഞ്ഞു. ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് വിദേശികളെ ചെയ്യുന്ന ഫെമിനിസം അല്ല ഇവിടെ. ഇവിടുത്തെ സ്ത്രീകൾ എപ്പോഴും സ്ത്രീകൾക്ക് ദോഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഫെമിനിസ്റ്റുകൾ ഏത് തരത്തിലുള്ളവരാണെന്ന് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണാം. കാരണം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയണം, നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലെ കക്കൂസിനെ കാണുന്നതും ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകളെ കാണുന്നതും ഒരുപോലെയാണ്.